നമസ്കാരം കുട്ടികളെ. യൂണിറ്റ് 1 ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ഇതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലെസൺ. അപ്പോൾ എന്താണ് ഇതിൽ വിവരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദിസ് പിക്ചേഴ്സ്. സ്മിത പാട്ടീൽ, ഹെലൻ ബോഡൻ, മേരി കോം ആൻഡ് റൗളിംഗ്, the 4 famous women of present day. Let us check the importance of the lesson. Unit 1 Flights of Freedom. Read and reflect. Reflect എന്ന് വെച്ചാൽ read and think of it എന്നാണ്. Emancipation and empowerment. Emancipation and empowerment of women is of prime importance in every society. Emancipation എന്ന് വെച്ചാൽ വിമോചനം അഥവാ ഫ്രീഡം, ടു ലെറ്റ് ഫ്രീ ഫ്രം ബോൺസ്. ഇതിനാണ് ഇവിടെ ഇമാൻസിപ്പേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൊട്ടടുത്തത് എംപവർമെൻറ്റ്. എംപവർമെൻറ്റ് എന്ന് വെച്ചാൽ ശാക്തീകരണം, സ്ത്രീ വിമോചനവും ശാക്തീകരണവും is of prime importance. Prime importance means supreme importance, first hand importance in every society. In our country we have achieved partial success. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമുക്കിതിനെ പാർഷ്യൽ സക്സസ് മാത്രമേ നേടിയിട്ടുള്ളൂ. പാർഷ്യൽ എന്ന് വെച്ചാൽ ഭാഗികമായി മാത്രമേ ഇതിൻ്റെ സക്സസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബട്ട് വി വിൽ സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ. But still we have a long way to go. വളരെയധികം ദൂരം ഈ കാര്യത്തിൽ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. വാട്ട് ഷുഡ് വി ഡു ടു അച്ചീവ് ദിസ് ഗോൾ? ഇപ്പം ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വാട്ട് ഷുഡ് വി ഡു? നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? വാട്ട് ഷുഡ് വി ഡു ടു അച്ചീവ് ദിസ് ഗോൾ? ഹിയർ ഈസ് എ സ്പീച്ച് ഓൺ ദി റിക്വസൈറ്റ്സ്. റിക്വസൈറ്റ്സ് എന്ന് പറയുന്നത് ആവശ്യമുള്ളവ അഥവാ നീഡ്സ്. വാട്ട് ആർ ദി റിക്വയർമെൻറ്റ്സ്? മറ്റൊരു റിക്വയർമെൻറ്റ്സ്. ഇതൊക്കെയാണ് ഈ വാക്കിൻ്റെ റിക്വസൈറ്റ്സ്, നീഡ്സ് ഓർ റിക്വയർമെൻറ്റ്സ്. നമുക്ക് നോക്കാം. ദിസ് ഈസ് എ സ്പീച്ച് ഓൺ ദി റിക്വസൈറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. എംപവർമെൻറ്റിന് വേണ്ടിയുള്ള ആ 3 L'കൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ദ സ്പീച്ച് ഈസ് സ്പോക്കൺ ബൈ ക്രിസ്റ്റൈൻ ലഗാഡെ. പാഠത്തിൻ്റെ അവസാനം നമ്മൾ ക്രിസ്റ്റൈൻ ലഗാഡെക്കുറിച്ച് കുറച്ച് പഠിക്കാം. അപ്പോൾ ആരാണ്? അപ്പോൾ നമുക്ക് ക്രിസ്റ്റൈൻ ലഗാഡെക്കുറിച്ചൊന്ന് നോക്കാം. ക്രിസ്റ്റൈൻ ലഗാഡെ ബോൺ ഇൻ പാരീസ് ഓൺ 1st January 1956 is the first woman to become finance minister of a G8 economy and to head the International Monetary Fund or IMF. She calls for opening the doors to women's learning, labor and leadership in the economic field. അപ്പോൾ ഇവരാണ് സ്ത്രീകൾക്ക് വേണ്ടി വാതായനങ്ങൾ തുറന്നിടണം എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ചും പഠനത്തിൻ്റെ, ജോലിയുടെ, നേതൃനിരയുടെ, സാമ്പത്തിക മേഖലകളിൽ ഈ വാതിലുകൾ സ്ത്രീകൾക്ക് വേണ്ടി കൂടി തുറന്നിടണം എന്ന് വാദിച്ച വനിതയായിരുന്നു ക്രിസ്റ്റൈൻ ലഗാഡെ. ദിസ് സ്പീച്ച് വാസ് ഡെലിവേർഡ് അറ്റ് ദ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, വാഷിംഗ്ടൺ ഓൺ 19 May 2014. ഏകദേശം 7 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവർ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് വാഷിംഗ്ടണിൽ ഡെലിവർ ചെയ്ത സ്പീച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ള ദ 3 L's ഓഫ് വിമൻ എംപവർമെൻറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ. തുടക്കം നോക്കാം. അപ്പോൾ ഇതൊരു സ്പീച്ച് ആയതുകൊണ്ടാണ്
ഇങ്ങനെ ഒരു അഡ്രസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ദിസ് ഈസ് ദ പൊളൈറ്റ് വേ ഓഫ് അഡ്രസ്സിങ് ദ ഓഡിയൻസ്. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. അപ്പം ആദ്യം തന്നെ ക്രിസ്റ്റ്യൻ ലഗാഡെ അവരുടെ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. കിൻഡ്രഡ് സ്പിരിറ്റ്സ് എന്ന് പറയുന്നത് ഒരേ മനസ്സുള്ള ആൾക്കാരുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ വരികയും ഇങ്ങനെ ഒരു പ്രസംഗം നടത്താൻ എനിക്ക് അവസരം കിട്ടുകയും ചെയ്തതിൽ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. ഷീ started her speech like this: it is great to be among friends and kindred spirits. Kindred spirits here means like-minded people. Like-minded people, that is kindred spirit. Come to the 21st century poses many challenges. ഇപ്പം ഇവിടെ ഈ വാക്ക് പോസസ് മെനി ചലഞ്ചസ് ദാറ്റ് റിക്വയർ ന്യൂ വേസ് ഓഫ് തിങ്കിങ്, നൺ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. ഇപ്പോൾ 21-ാം നൂറ്റാണ്ട് പോസസസ് മെനി ചലഞ്ചസ്. പോസസസ് മെനി ചലഞ്ചസ് മീൻസ് ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുന്നു. പോസസസ് ചലഞ്ചസ്, വെല്ലുവിളി ഉയർത്തുക. വേണമെങ്കിൽ നമുക്ക് പറയാം കോവിഡ് പോസസ് മെനി ചലഞ്ചസ് ടു ദ എഡ്യൂക്കേഷണൽ sector along with many other fields. Possesses challenge. ആ വാക്ക്, ആ പ്രയോഗം എന്തെന്ന് വെച്ചാൽ വെല്ലുവിളികൾ ഉയർത്തുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ദാറ്റ് പോസസസ് ചലഞ്ചസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം റാഡിക്കൽ റിലീജിയൻ possesses challenges in our society. Militancy possesses challenges in our society. So possess challenge or possesses challenges എന്ന് വെച്ചാൽ വെല്ലുവിളികൾ ഉയർത്തുന്ന എന്നാണ്. അപ്പോൾ ഇവിടെ ഇവർ പറയുന്നതാണ് 21st century possesses many challenges that require new ways of thinking. അപ്പോൾ ഈ ചലഞ്ചസിനെ നേരിടാൻ നമുക്ക് പുതിയ രീതിയിലുള്ള ചിന്തകൾ ആവശ്യമാണ്, ആശയങ്ങൾ ആവശ്യമാണ്. നൺ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. അപ്പോൾ സ്ത്രീകളുടെ എക്കണോമിക് റോൾ എന്ന് പറയുന്നത് സാമ്പത്തിക പങ്ക്. എക്കണോമിക് റോൾ അതിൻ്റെ അർത്ഥം സാമ്പത്തിക പങ്ക്. വിമൻസ് എക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ റാപ്പിഡ്ലി ചേഞ്ചിങ്. റാപ്പിഡ്ലി എന്ന് പറയുന്നത് ക്വിക്ക്ലി, സഡൻലി എന്നൊക്കെയാണ് അർത്ഥം. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് സാമ്പത്തിക പങ്കാണ്. സ്ത്രീകളുടെ സാമ്പത്തിക പങ്ക്. പുതിയ ചിന്താധാരകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് ക്രിസ്റ്റ്യൻ ലഗാഡെ പറയുന്നു. But women today remain blocked from contributing their true potential. പക്ഷേ ഇന്നത്തെ സ്ത്രീകൾ റിമൈൻ ബ്ലോക്ക്ഡ് ഫ്രം. ബ്ലോക്ക്ഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദാറ്റ് റിസ്ട്രെയിൻഡ് തടയപ്പെട്ടിരിക്കുന്നു. ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അവരുടെ സ്രോതസ് പൂർണ്ണമായി, അവരുടെ കഴിവിനെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബട്ട് വിമൻ ടുഡേ റിമൈൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദെയർ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അവരുടെ അപാരമായ സാധ്യത,
സ്രോതസ്, അന്തർലീനമായ ശക്തി, അതവർക്ക് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ, കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടാൻ സാധിക്കുന്നില്ല. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇപ്പോൾ സ്ത്രീകൾ അവരുടെ കോൺട്രിബ്യൂഷൻസ്, ട്രൂ പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. അതിന് വലിയ ഒരു വില സമൂഹത്തിന് കൊടുക്കേണ്ടി വരുന്നു. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് ഒരു വലിയ ചിലവുണ്ട്, ഇതിനൊരു വലിയ തുക കൊടുക്കേണ്ടതായി വരുന്നു എന്ന് പറയുകയാണ്. ഇൻ സം കൺട്രീസ് per capita income lag significantly because women are denied equal opportunity. അതിന് ഉദാഹരണമായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇൻ സം കൺട്രീസ്, ചില രാജ്യങ്ങളിലെങ്കിലും പെർ ക്യാപിറ്റ ഇൻകം. ഇപ്പോൾ എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് നിങ്ങൾക്കറിയാം. പ്രതിശീർഷ വരുമാനം. ഒരു സമൂഹത്തിൻ്റെ ലിവിങ് ഓഫ് സ്റ്റാൻഡേർഡ് അളക്കപ്പെടുന്നത് അവിടെ ഓരോ പൗരനും ലഭിക്കുന്ന പ്രതിശീർഷ വരുമാനം, അതിനെ തിട്ടപ്പെടുത്തിക്കൊണ്ടാണ്. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഇൻ മെനി കൺട്രീസ് പെർ ക്യാപിറ്റ ഇൻകം ലാഗ് സിഗ്നിഫിക്കൻ്റ്ലി. ലാഗ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ടു ഫോൾ ബിഹൈൻഡ് എന്നാണ്. ടു ഫോൾ ബിഹൈൻഡ്, significantly because women are denied equal opportunity. ഇപ്പോൾ പല രാജ്യങ്ങളുടെ കാര്യമെടുത്താലും പെർ ക്യാപിറ്റ ഇൻകം അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രീതിയിൽ, സിഗ്നിഫിക്കൻ്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ fall behind, കുറയപ്പെടുന്നു. ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഡിനൈഡ് എന്ന് പറയുന്നത് നിഷേധിക്കപ്പെടുന്നതും, തുല്യ അവസരങ്ങൾ സ്ത്രീകൾക്ക് കൂടി നിഷേധിക്കപ്പെടുന്നതുകൊണ്ട് പല രാജ്യങ്ങളിലും പെർ ക്യാപിറ്റ ഇൻകം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രീതിയിൽ ലാഗ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു. ദേ റെപ്രസെൻറ്റ് ഹാഫ് ദി വേൾഡ്സ് പോപ്പുലേഷൻ ബട്ട് കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ 50% ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. ഇപ്പോൾ ജനസംഖ്യ ആനുപാതികമായി നമുക്കിവിടെ പകുതിയോളം സ്ത്രീജനങ്ങൾ ഉണ്ട്. ബട്ട് ദെയർ കോൺട്രിബ്യൂഷൻ ഫാർ ലെസ് ദാൻ 50%. 50% വളരെ കുറവായി മാത്രമേ എക്കണോമിക് ആക്ടിവിറ്റിയിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉള്ളൂ. അവരുടെ സംഭാവനകൾ, സാമ്പത്തിക ഇടപാടുകളിൽ അവരുടെ സംഭാവന 50%-നും വളരെ താഴെയാണ്. വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ ഈസ് എ കൺസർട്ടഡ് എഫേർട്ട്. ഇപ്പോൾ എന്താണ് ഇതിനാവശ്യകത? ഈ ചിത്രം മാറ്റി വരയ്ക്കപ്പെടാൻ എന്താണ് അവിടെ ഏറ്റവും അത്യാവശ്യമായ ഘടകം? ഈസ് കൺസർട്ടഡ് എഫേർട്ട്. കൺസർട്ടഡ് എഫേർട്ട് എന്ന് വെച്ചാൽ കൂട്ടായ ഒരു ഉദ്യമം. കൺസർട്ടഡ് എഫേർട്ട്, യോജിച്ച ശ്രമം. എ കൺസർട്ടഡ് എഫേർട്ട് ടു ഓപ്പൺ ദി ഡോർ ടു ഓപ്പർച്യൂണിറ്റി വിത്ത് വാട്ട് ഐ കോൾ ദ 3 L's. ഇപ്പോൾ ഒരു കൂട്ടായ ശ്രമം to open the door to opportunity with what I call the 3 L's of women's empowerment. അപ്പോൾ ഈ വാതിലുകൾ അവർക്ക് മുന്നിൽ, അവസരങ്ങളുടെ ഈ വാതിലുകൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടണം. അതിനെ ആണ് ഞാൻ ഈ 3 L's കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The 3 L's of women's empowerment. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആ 3 എല്ലുകൾ: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ദീസ് 3 L's. ഫസ്റ്റ് ലേണിംഗ് ആൻഡ് സെക്കൻഡ് ലേബർ ആൻഡ് 3 ലീഡർഷിപ്പ്. പഠനം, തൊഴിൽ, അതുപോലെ നേതൃനിരയിലേക്കുള്ള അവരുടെ വരവ്.
ഈ 3 കാര്യങ്ങളാണ് സ്ത്രീ ശാക്തീകരണത്തിന്, പ്രത്യേകിച്ചും ഇൻ ദി ഫീൽഡ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വി ഹാവ് ടു ഓപ്പൺ ഡോർസ് ഫോർ ദി വിമൻ. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഫസ്റ്റ് എബൌട്ട് ലേണിംഗ്. ഇതിൽ ആദ്യത്തെ എല്ലായിട്ടുള്ള ലേണിംഗ് എടുക്കുക. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽഡ്. അപ്പോൾ ഏതൊരു മാറ്റത്തിൻ്റെയും അടിസ്ഥാന ശില എന്ന് പറയുന്നത് അത് എഡ്യൂക്കേഷനാണ്, ലേണിംഗ് ആണ്. ലേണിംഗ് ഈസ് ദി ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽഡ്. ഏതൊരു മാറ്റത്തിൻ്റെയും അടിസ്ഥാന ശില നമ്മൾ ഒരുക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ മുകളിലാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദി ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഈ പഠനം, വിദ്യാഭ്യാസം ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ്, സ്വയം സഹായിതരാകാൻ അവരെ പ്രാപ്തരാക്കുന്നു. ആൻഡ് ബ്രേക്ക് ദി ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ, അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഷാക്കിൾസുകളിൽ നിന്ന്, തടസ്സങ്ങളിൽ നിന്ന് അവർക്ക് വിമോചനത്തിൻ്റെ മാർഗം തുറന്ന് കൊടുക്കുന്നു. ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കലിൻ്റെ വിലങ്ങുകൾ, ദ ബാരിയേഴ്സ് ഓഫ് റിജക്ഷൻ, ദാറ്റ് ഈസ് ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. അപ്പോൾ ലേണിംഗ് സ്ത്രീകളെ സഹായിക്കുന്നു ടു ഹെൽപ്പ് ദംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദി ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഒഴിവാക്കലിൻ്റെ വിലങ്ങുകളിൽ നിന്ന് അതിനെ മുറിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു മാർഗമാണ് ലേണിംഗ് എന്ന് പറയുന്നത്. നോവെയർ ഈസ് ദിസ് മോർ എസെൻഷ്യൽ. മറ്റൊരു മേഖലകളിലും ഇത് ഇത്ര ആവശ്യം ഉള്ളതായി തോന്നില്ല ദാൻ ഇൻ ദി ഡെവലപ്പിംഗ് വേൾഡ്. ഏറ്റവും കൂടുതൽ ഇത് ആവശ്യമായി വരുന്നത് ഡെവലപ്പിംഗ് വേൾഡിൽ ആണ്. അപ്പോൾ നമുക്കറിയാം, ലോകത്തെ 3 ഡെവലപ്മെൻറ്റിൻ്റെ ബേസിൽ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ ഈ ഒരു ഷാക്കിൾസിനെ ബ്രേക്ക് ചെയ്യപ്പെടേണ്ടുന്ന ആവശ്യകത ഏറ്റവും കൂടി നിൽക്കുന്നത് ഡെവലപ്പിംഗ് വേൾഡിലാണ്, ഡെവലപ്പിംഗ് കൺട്രീസിലാണ്. അപ്പോൾ നമ്മൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇവിടെ സ്ത്രീകൾ ഈ വിവേചനം ഫേസ് ചെയ്യുന്നു. ആ വിവേചനം നമുക്ക് എടുത്തു മാറ്റണം. ദർ ഈസ് ആൻ ആഫ്രിക്കൻ അഡേജ് ദാറ്റ് ഗോസ്. അഡേജ് എന്ന് പറയുന്നത് ഒരു സുഭാഷിതം, അല്ലെങ്കിൽ ഒരു ആപ്തവാക്യം, അല്ലെങ്കിൽ ഒരു നീതിവാക്യം, അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല്, അല്ലെങ്കിൽ നമുക്കൊരു പഴമൊഴി എന്നിതിനെ പറയാം. എ proverb, or we can say that it's a saying, an African saying. If you educate a boy, you train a man. If you educate a girl, you train a village. This is the African adage. നിങ്ങൾ ഒരു ആൺകുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിച്ചാൽ നിങ്ങളൊരു മനുഷ്യനെ ട്രെയിൻ ചെയ്തെടുത്തു എന്നർത്ഥം. പക്ഷേ നിങ്ങളൊരു പെൺകുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിച്ചെടുത്താൽ നിങ്ങൾ വിദ്യാഭ്യാസം നൽകിയത് ഒരു വില്ലേജിന് മുഴുവനായാണ്, ഒരു ഗ്രാമത്തിന് മുഴുവൻ നിങ്ങൾ പഠിപ്പിച്ചു എന്നർത്ഥം. അങ്ങനെ പറയാനുള്ള കാരണം സ്വാഭാവികമായിട്ടും the nature of man is self-centered, and the girl or woman, she imparts her education to her children and the entire neighborhood. So if you educate a girl, you educate an entire village, and if you educate a boy, you simply educate a man. ഇതിനോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു
ഗ്രാമർ ലെസൺ ഈഫ് ക്ലോസ് ചേർത്ത് എങ്ങനെയാണ് സെൻറ്റൻസുകൾ നിർമ്മിക്കുന്നത് എന്നുകൂടി ഒന്ന് ചെറുതായി പഠിക്കാം. ഇപ്പോൾ ഈഫ് ക്ലോസിൽ 3 തരത്തിലുള്ള സെൻറ്റൻസുകൾ നമുക്ക് നിർമ്മിക്കാം. സീറോ കണ്ടീഷണൽ, ഫസ്റ്റ് കണ്ടീഷണൽ ആൻഡ് സെക്കൻഡ് കണ്ടീഷണൽ. അപ്പോൾ ഇത് ഒരു സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. സീറോ കണ്ടീഷണൽ സെൻറ്റൻസിൽ 2 ക്ലോസിലും ഒരേ ടെൻസിലുള്ള വാചകങ്ങൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഇഫ് യു ഹീറ്റ് വാട്ടർ അറ്റ് 100 ഡിഗ്രി ഇറ്റ് ബോയിൽസ്. അത് സീറോ കണ്ടീഷൻ എന്ന് നമ്മൾ പറയും. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് പോലെ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ. സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദ സെക്കൻഡ്. ഇവിടെ സ്പീക്കർ പറയുന്നത് ഇതാണ്, ലേണിംഗ് നമ്മുടെ ആദ്യ ചുവടുവയ്പ്പാണെങ്കിൽ രണ്ടാമത്തേത് നമ്മുടെ ലേബറാണ്, നമ്മുടെ തൊഴിലാണ്. ലേബർ ഈസ് സെക്കൻഡ്. ഒന്നാമത്തെ സ്റ്റെപ്പ് പഠനം ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് തൊഴിൽ ആണ്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ്. അപ്പോൾ തൊഴിൽ സ്ത്രീകളെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, സഹായിക്കുന്നു, ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദ ട്രൂ പൊട്ടൻഷ്യൽ. അവർക്ക് സ്വയം വികസിതരാകാനും അതുപോലെ തന്നെ അവർക്ക് അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനും തൊഴിൽ രംഗം സ്ത്രീകളെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഫെസിലിറ്റേറ്റ്സ് ഹിയർ മീൻസ് helps women to flourish and achieve their true potential. So learning is the first step. Then no doubt the second step that women should take is their labor, because labor facilitates women to flourish and achieve their true potential. അവരുടെ ശരിക്കുള്ള ശക്തി, സ്രോതസ്, അത് അച്ചീവ് ചെയ്യപ്പെടാൻ, അതിനെ അവരുടെ ജീവിതത്തെ ഒന്ന് ഫ്ലറിഷ് ചെയ്യാൻ തീർച്ചയായിട്ടും അവരെ സഹായിക്കുന്നത് അവരുടെ തൊഴിൽ മേഖലയാണ്. ബട്ട് അറ്റ് പ്രസൻറ്റ്, when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs. They too often tend to get stuck in. ഈ ഒരു പ്രശ്നം അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ലോ പേയിങ്, വളരെ വേതനം കുറച്ച് നൽകൽ. ലോ സ്റ്റാറ്റസ്, ഇപ്പോൾ വർക്ക് പ്ലേസിൽ അവർക്ക് ലഭിക്കുന്ന സ്റ്റാറ്റസ് അത് കുറയുന്നു. ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്, വളരെ സുരക്ഷിതത്വം കുറഞ്ഞ ജോലികൾ. അപ്പം ഇതൊക്കെയാണ് അവർക്ക് ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. They tend to get stuck in low paying, low status and low security jobs. അപ്പോൾ ഈ തൊഴിലിൻ്റെ ഭാഗമാകുന്ന സ്ത്രീകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. They tend to get stuck in. ഈ ഒരു പ്രശ്നത്തിൽ അവർക്ക് സ്റ്റക്കാകപ്പെടേണ്ടി വരുന്നു, അവരുടെ ഫ്ലോ നിലയ്ക്കേണ്ടി വരുന്നു. ലോ പേയിങ്ങും ലോ സ്റ്റാറ്റസും ലോ സെക്യൂരിറ്റി ഓഫ് ജോബ്സും ആണത്. ഗ്ലോബലി, women earn only 3/4 as such as men, even with the same level of education and in the same occupation. അതിനൊരു ഉദാഹരണമായിട്ട് ഇവിടെ സ്പീക്കർ പറയുന്നത് ഇതാണ്. ഗ്ലോബലി വിമൻ earn only 3/4 as much as men. പുരുഷന്മാർ ഏൺ ചെയ്യുന്നതിൻ്റെ 3/4, 1/3 മാത്രമേ സ്ത്രീകൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നുള്ളൂ, സമ്പാദിക്കാൻ കഴിയുന്നുള്ളൂ. ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. അവിടെ ജോലി എടുക്കപ്പെടുന്ന സ്ത്രീയും പുരുഷനും ഒരേ
നിലയിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിലും ആൻഡ് ഇൻ ദി സെയിം ഒക്കുപ്പേഷൻ, പലപ്പോഴും അവർ ഷെയർ ചെയ്യുന്നത് ഒരേ ഒക്കുപ്പേഷൻ, ഒരേ ജോലി ആണെങ്കിലും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നം, they earn only 3/4 of wages when it is compared with the wages of men getting for the same educational qualification and occupation. This is the partiality that women have to face at the present day, the speaker says. Look at the next sentence. Surely, one of our most basic norms should be equal pay for equal work. But one of our basic norms should be, ഇപ്പം നമ്മളുടെ ഒരു ബേസിക് നോം എന്ന് പറയുന്നത്, നോംസ് എന്ന് പറയുന്നത് മാനദണ്ഡങ്ങൾ, പ്രിൻസിപ്പിൾസ്. ഷുവർലി വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോംസ് ഷുഡ് ബി, അപ്പോൾ ഒരു അടിസ്ഥാന മാനദണ്ഡം എന്ന് പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം. ഇതായിരിക്കണം ഒരു അടിസ്ഥാന മാനദണ്ഡം. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഈക്വൽ ജോബിന് ഈക്വൽ പേയ്മെൻറ്റ് എന്നുള്ളത് ആയിരിക്കണം എന്ന് പറയുന്നു. റീസെൻറ്റ് റിസർച്ചസ് ഷോ ദാറ്റ്, ഈ അടുത്ത കാലത്ത് നടന്ന പഠനങ്ങൾ കാണിക്കുന്നത്, eliminating gender gaps in economic participation can bring an increase in per capita income. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ജെൻഡർ ഗ്യാപ്സ് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒഴിവാക്കുക, അവോയ്ഡിങ് ദിസ് ജെൻഡർ ഗ്യാപ്പ്. ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ലിംഗ വ്യത്യാസം. ഇൻ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ can bring an increase in per capita income. അപ്പോൾ ഈ ഒരു ജെൻഡർ ഗ്യാപ്പ് എക്കണോമിക് പാർട്ടിസിപ്പേഷനിൽ കുറയ്ക്കാൻ കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും പെർ ക്യാപിറ്റ ഇൻകത്തെ വർദ്ധിപ്പിക്കും. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. പ്രതിശീർഷ വരുമാനം ഒരു സമൂഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അളക്കപ്പെടുന്നത് ആ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ലഭ്യമാകുന്ന വരുമാനത്തിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ വർധനയ്ക്ക് വാട്ട് ഈസ് ടു ഡു, ദ സ്പീക്കർ സേസ് സജസ്റ്റ് eliminate gender gaps in economic participation. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലെ ഇടപെടലിന് ജെൻഡർ ഗ്യാപ്പ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകത്തെ, പ്രതിശീർഷ വരുമാനത്തെ ഉയർത്തും എന്ന് റിസർച്ചുകൾ കാണിക്കുന്നു എന്നാണ് ഈ സ്പീക്കർ പറയുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കുക. We can undoubtedly promote more opportunity for women in the workplace. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നിസ്സംശയം ഇതിനെ പ്രൊമോട്ട് ചെയ്യാം. മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വിമൻ ഇൻ ദി വർക്ക് പ്ലേസ്. ഇപ്പം ജോലി സ്ഥലങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ നമുക്ക് സ്ത്രീകൾക്കായി ഒരുക്കാം. It is all about changing laws. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ചേഞ്ചിങ് ലോസിലേക്കാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന നിയമങ്ങൾ മാറ്റി എഴുതപ്പെടേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ബൈ എൻഷുറിങ് ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് എഗൻസ്റ്റ് വിമൻ. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ എൻഷുർ ചെയ്യണം. മേക്ക് ഇറ്റ് ഷുവർ, ദറ്റ് ഈസ് എൻഷുർ, ഉറപ്പുവരുത്തണം. പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ്,
അപ്പോൾ പ്രോപ്പർട്ടി ലോ ആയാലും ഇൻഹെറിറ്റൻസ് ലോ ആയാലും വസ്തുവകകൾ കൈമാറുന്ന നിയമത്തിലായാലും അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ആശ്രിത വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കാര്യത്തിലായാലും ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് എഗൻസ്റ്റ് വിമൻ. ആ നിയമങ്ങൾ സ്ത്രീകൾക്ക് എതിരെ അല്ലെങ്കിൽ സ്ത്രീകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതാകരുത്. ഡിസ്ക്രിമിനേറ്റ് എഗൻസ്റ്റ് എന്ന് പറയുന്നത് വിവേചനം, സ്ത്രീകൾക്കെതിരെ വിവേചനം ഉള്ളവ ആയിരിക്കരുത് എന്ന് പറയുന്നു. ഡിസ്ക്രിമിനേറ്റ് അഗൻസ്റ്റ് വിമൻ. രണ്ടാമത്തെ പേജിൽ വരിക. ഇറ്റ് ഓൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. അപ്പോൾ അതുപോലെ തന്നെ ഇതർത്ഥമാക്കുന്നത് പോളിസീസ്, ഗവൺമെൻറ്റിൻ്റെ ഓരോ നയങ്ങൾ, ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ, അത് എഡ്യൂക്കേഷനെയും ഹെൽത്ത് കെയറിനെയും എൻകറേജ് ചെയ്യുന്നതായിരിക്കണം, പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. മോറോവർ we need to provide greater access to credit so that women can achieve greater economic independence. ഇതിന് അപ്പുറമായി we need to provide greater access to credit. greater access to credit എന്ന് പറയുന്നത് ക്രെഡിറ്റിലേക്കുള്ള കൂടുതൽ ആക്സസ്, പ്രവേശനം അത് സ്ത്രീകൾക്ക് കിട്ടിയിരിക്കണം. ക്രെഡിറ്റിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് അതിലേക്കുള്ള പ്രവേശനം, അതിലേക്കുള്ള കൂടുതൽ ക്രെഡിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി അത് സ്ത്രീകൾക്ക് കൊടുക്കണം. ആക്സസ് ടു ക്രെഡിറ്റ് സോ ദാറ്റ് വിമൻ ക്യാൻ അച്ചീവ് ഗ്രേറ്റർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. എങ്കിൽ മാത്രമേ സ്ത്രീകളെ എക്കണോമിക് ഇൻഡിപെൻഡൻ്റായിട്ട് നമുക്ക് വളർത്തി എടുക്കാൻ കഴിയൂ. സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും ഉണ്ടാകണം. സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ പഠനവും തൊഴിലും രണ്ട് പ്രമുഖമായ ഫാക്ടേഴ്സാണ് എന്ന് ഇവിടെ സ്പീക്കർ പറയുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ് that enables women to rise and fulfill their innate abilities and talents. അപ്പോൾ മൂന്നാമത്തെ എല്ല് എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്, നേതൃത്വ പാടവം. അത് സ്ത്രീകളെ സഹായമാക്കുന്നു ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. അന്തർലീനമായ കഴിവുകളെയും ടാലൻറ്റിനെയും ഉയർത്തിക്കൊണ്ടുവരാൻ ഇത് സഹായകമാകും. നേതൃപാടവത്തിലേക്ക് സ്ത്രീകൾ ഉയർന്നു വരണം എന്ന് സ്പീക്കർ പറയും. നോക്കാം, ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. ഇന്നേറ്റ് എന്ന് പറയുന്നത് അർത്ഥം ഇൻബോൺ, ജന്മസിദ്ധമായ കഴിവുകൾ. അതുപോലെ ടാലൻസ്, പ്രാഗൽഭ്യം. ജന്മസിദ്ധമായ കഴിവുകളും പ്രാഗൽഭ്യവും ഉണ്ടാകണമെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരണം. സ്ത്രീകൾ ലീഡർഷിപ്പിലേക്ക് വരണം എന്ന് പറയുന്നു. ഹിയർ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ പ്ലെൻറ്റി ഓഫ് റൂം എന്ന് പറയുന്നത് ധാരാളം സ്പേസ്, ധാരാളം സ്ഥലമുണ്ട്. ഫോർ ഇംപ്രൂവ്മെൻറ്റ്, കൂടുതൽ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി, കൂടുതൽ വികാസത്തിന് വേണ്ടി ഇവിടെ പ്ലെൻറ്റി ഓഫ് റൂമാണ് ഉള്ളത് എന്ന് പറയുന്നു. ദ ഐറണി ഈസ് ദാറ്റ് വെൻ വിമൻ ലീഡ് ദേ ടെൻഡ് ടു ഡു ആസ് ഗുഡ് എ ജോബ് ആസ് അതേഴ്സ് ഇഫ് നോട്ട് എ ബെറ്റർ ജോബ്. ഇപ്പം ഇവിടുത്തെ വിരോധാഭാസം എന്ന് പറയുന്നത്, ദ ഐറണി ഈസ് ദാറ്റ്, ഐറണി എന്ന് പറയുന്നത് വിരോധാഭാസം. പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മെച്ചപ്പെടാൻ ധാരാളം ഇടം ഉള്ളത്, മെച്ചപ്പെടാൻ ധാരാളം സ്ഥലം ഉള്ളത് എന്നർത്ഥം. ദ ഐറണി ഈസ് ദാറ്റ് വെൻ വിമൻ ലീഡ് ദേ ടെൻഡ് ടു ഡു ആസ് ഗുഡ് ആസ് എ ജോബ് ആസ് അതേഴ്സ്. അപ്പോൾ ഇവിടുത്തെ വിരോധാഭാസം എന്ന് പറയുന്നത് എപ്പോഴാണോ സ്ത്രീകൾ മുൻനിരയിലേക്ക് എത്തുന്നത്, വെൻ വിമൻ ലീഡ് ദേ ടെൻഡ് ടു ഡു ആസ് ഗുഡ് ആസ് അതേഴ്സ്. മറ്റുള്ളവർ ചെയ്ത അതേ ഗുഡിനെസ്സിൽ
ഐറണി എന്ന് പറയുന്നത് വിരോധാഭാസം. ടെൻ ടു ഡു ആസ് ഗുഡ് ആസ് എ ജോബ് ആസ് അതേഴ്സ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പോലെ നല്ല ജോലി ചെയ്യാനുള്ള പ്രവണത. അതിനെയാണ് ടെൻ ടു ഡു ആസ് ഗുഡ് എ ജോബ് ആസ് അതേഴ്സ്. മറ്റുള്ളവരെ പോലെ തന്നെ നല്ല ജോലി ചെയ്യാൻ പ്രവണത അവർ കാട്ടുന്നു. The irony is that when women lead, they tend to do as good a job as others, if not a better job. നമുക്ക് ഈ സെൻറ്റൻസിനെ ഒന്ന് പ്രത്യേകം എടുത്ത് പരിശോധിക്കാം. The irony is that when women lead, they tend to do as good a job as others, if not a better job. ഇവിടെ സ്പീക്കർ ഉദ്ദേശിക്കുന്നത്, ദ ഐറണി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ വിരോധാഭാസം എന്ന് പറയുന്നത്, സ്ത്രീകൾ ലീഡർഷിപ്പിലേക്ക് കടന്നു വരുമ്പോൾ അവർ വളരെ നന്നായി തന്നെ ആ ജോലി ചെയ്യുന്നു. ഒരുപക്ഷെ അവരുടെ കൗണ്ടർ പാർട്ടിനെക്കാട്ടിയും ബെറ്ററായിട്ട്, കൂടുതൽ നന്നായി അവർ അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. Now let us check the original words of the speaker. Here, we all know the problem across all fields of work. The higher you climb, the fewer women you see. The evidence is painfully obvious. Look at the world of business. Only 4% of CEOs in the Standard and Poor's 500 company list are women. അപ്പോൾ ഇവിടെ സ്പീക്കർ പറയുന്നതാണ്, ഇപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ഫീൽഡ്, ബിസിനസ്സിൻ്റെ തൊഴിൽ മേഖലയുടെ ഡിഫറെൻ്റ് മേഖലകൾ പരിശോധിച്ചാൽ ആ തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ നമ്മൾ ഉന്നത തലങ്ങളിലേക്ക് പോകുമ്പോൾ ഫ്യൂവർ വിമൻ യു സി, അവിടെ നമുക്ക് വളരെ കുറച്ച് പേരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് പറയുന്നത് 4% ഓഫ് CEOs. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് പല ബിസിനസ് സംരംഭങ്ങളുടെയും എൻ്റർപ്രണർഷിപ്പുകളുടെ CEOമാരിലെ ഏകദേശം 4% മാത്രമേ സ്ത്രീ പ്രാതിനിധ്യം ഉള്ളൂ എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് അവർ തുടരുന്ന ഇതാണ്, ഹിയർ ഈസ് ദി ഐറണി ദോ when women get the chance to lead, they actually lead better. ഇപ്പോൾ ഈ വാക്കുകളാണ് ക്രിസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ പറയുന്നത്. When women get the chance to lead, whenever the women get a chance to lead an entrepreneurship, they actually lead better than others, which means better than men. We have ample evidence of this. For example, അതിന് ഉദാഹരണങ്ങളും ഇവിടെ പറയുന്നുണ്ട്. നോക്കാം, raising women to prominent positions are 69% more profitable than media firms in their area. ഇപ്പോൾ സ്ത്രീകൾ CEOമാരായി ഇരിക്കുന്ന സ്ഥാപനങ്ങളിൽ അവർക്ക് ബെനിഫിറ്റ്, പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതാണ് ഇവിടെ ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. They are more likely to make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. This is the importance of women leadership. They are more likely to make decisions based on consensus building. കൺസെൻസസ് എന്ന് പറയുന്നത് സമവായം സൃഷ്ടിച്ചുകൊണ്ട്, കൺസെൻസസ് യൂണിറ്റി, സമവായം സൃഷ്ടിക്കുന്നു. ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്, ഒരു സമവായം അവർ അവിടെ നിർമ്മിച്ചെടുക്കുന്നു. ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഉൾപ്പെടുത്തൽ, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇൻക്ലൂഷൻ, കമ്പാഷൻ, അനുകമ്പ, ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, അത് ദീർഘകാലം നിലനിൽക്കത്തക്ക രീതിയിൽ അവരതിനെ മാറ്റിയെടുക്കുന്നു. They are more likely to make decisions based on consensus building, inclusion, compassion with a focus on long-term sustainability. These are some of the special qualities with women folk. The speaker says, it is true that women sometimes lack the confidence to match their
അപ്പോൾ ഇത് ഒരു സത്യമാണ്. വിമൻ സംടൈംസ് ലാക്ക്, അവർക്ക് ഇതിൻ്റെ അഭാവം ഉണ്ടാകുന്നു. കോൺഫിഡൻസ് ടു മാച്ച്. ടു മാച്ച് എന്ന് പറയുന്നത് പൊരുത്തപ്പെടാൻ എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വിമൻ സംടൈംസ് ലാക്ക് ദി കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പിറ്റൻസ്. കഴിവ്, കോമ്പിറ്റൻസ് കഴിവ് എന്നാണ് അർത്ഥം. ദെയർ എബിലിറ്റി, ദ കോമ്പിറ്റൻസ്. ബട്ട് they need to change that mindset and reset the narrative in their favor. അപ്പോൾ അവർക്ക് വേണ്ടുന്നത് എന്തെന്ന് വെച്ചാൽ ഈ മൈൻഡ് സെറ്റിനെ ഒന്ന് ഉടച്ചു വാർക്കണം. നീഡ് ടു ചേഞ്ച്. ദേ ഹാവ് ടു റീബിൽഡ് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നറേറ്റീവ് ഇൻ ദെയർ ഫേവർ. അപ്പോൾ ദേ ഹാവ് ടു റീറൈറ്റ് ഓർ റീസെറ്റ് ദ നറേറ്റീവ്, റീസെറ്റ് ദി സ്റ്റോറി ഇൻ ദെയർ ഫേവർ എന്ന് ഇവിടെ സ്പീക്കർ പറയുന്നു. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദി ഡിഫറൻസ്. അതുകൊണ്ട് ഇവിടെ ഒരു ആവശ്യമായി വരുന്ന കാര്യം ഇതാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദി ഡിഫറൻസ്. ഡെയർ ദി ഡിഫറൻസ്, വ്യത്യാസം ധൈര്യപ്പെട്ട് എടുക്കാൻ. ആ വ്യത്യാസം ധൈര്യപ്പെട്ടെടുക്കാൻ സ്ത്രീകൾ മുന്നിട്ടിറങ്ങണം എന്ന് പറയുന്നു. So it is essential that women be ready to dare the difference. ഈ വ്യത്യാസം അത് ധൈര്യമായി മുന്നോട്ടെടുക്കാൻ സ്ത്രീകൾ തയ്യാറാകണം. ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. അപ്പോൾ ഈ ഒരു റിസ്ക്, ഈ ഡെയർ ഡിഫറൻസ്, ടു ടേക്ക് റിസ്ക്, ഇപ്പോൾ പുതിയ മേഖലകളിലേക്ക്, ന്യൂ പാസ്റ്റേഴ്സിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ അത് ചില റിസ്കുകളൊക്കെ ഉണ്ടാകാം. ബട്ട് വി ഹാവ് ടു ടേക്ക് സ്റ്റെപ്സ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട്സ്. ബട്ട് വി ഹാവ് ടു ടേക്ക് ഡെഫിനിറ്റ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. ഇപ്പോൾ നമ്മുടെ കംഫർട്ട് സോണായിട്ടുള്ള ദ ഫോർ വാൾസ് ഓഫ് അവർ ഹോംസ് വി ഹാവ് ടു കം ഔട്ട് ആൻഡ് വി ഹാവ് ടു ഗോ ടു ന്യൂ പാസ്റ്റേഴ്സ്. ന്യൂ പാസ്റ്റേഴ്സ്, പുതിയ മേച്ചിൽപ്പുറങ്ങൾ നമ്മൾ കണ്ടെത്തണം എന്ന് പറയണം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദി ഡിഫറൻസ്. ദേ ഹാവ് ടു ഷോ ദ കറേജ് ടു ഷോ ദാറ്റ് ഡിഫറൻസ് ആൻഡ് ദേ മസ്റ്റ് ടേക്ക് ദ റിസ്ക് ആൻഡ് ദേ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. Nonetheless, even those with the drive to succeed continue to face barriers. Nonetheless എന്ന് പറയുന്നത് എന്നിരുന്നാലും, even if, nonetheless, even those with the drive to succeed continue to face barriers. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഡ്രൈവ്, ആ ആവേശം, വിജയിക്കാനുള്ള ആ ഒരു ധ്വര നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിലും കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ്. നമുക്ക് ഒരുപാട് ബാരിയേഴ്സ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ബാരിയേഴ്സ് എന്ന് പറയുന്ന തടസ്സങ്ങൾ, ഫെൻസസ്. വി ഹാവ് ടു കണ്ടിന്യൂ ടു ഫേസ് മെനി ഫെൻസസ് ഇൻ ഫ്രണ്ട് ഓഫ് us. വെദർ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ എ വില്ലേജ് ഓർ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വിമൻ ഇൻ ബിസിനസ്. അത് ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിയാലും, ഈവൻ ദോസ് വിത്ത് ദി ഡ്രൈവ് ടു സക്സീഡ് കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ്. വിജയിക്കാനുള്ള ധുരയുള്ളവർ ഇറങ്ങിയാലും അവർക്കും ജീവിതത്തിൽ പല തടസ്സങ്ങളും നേരിടേണ്ടി വരും. അത് എവിടെയായാലും, വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്. പ്രാഥമിക വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് നൽകുന്ന കാര്യത്തിലായാലും നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ നമുക്ക് തട്ടി മാറ്റേണ്ടതായിട്ട് വരും. ഓർ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വിമൻ ഇൻ ബിസിനസ്, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനിലിരിക്കുന്ന, അധികാര കസേരയിലിരിക്കുന്ന, പ്രത്യേകിച്ചും ബിസിനസ് ലോകത്ത്, വ്യവസായ ലോകത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പൊസിഷനിലായാലും നമുക്ക് ഒരുപാട് ബാരിയേഴ്സിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കൊരുപാട് ദുർഘടനകളെ, നമുക്കൊരുപാട് മാർഗതടസ്സങ്ങളെ
തട്ടി നീക്കേണ്ടതായി വരും എന്ന് പറയുന്നു. It is time to create a world where all women can meet their potential without impediment or prejudice. അപ്പോൾ ഇത് സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വെയർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദെയർ പൊട്ടൻഷ്യൽ. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, അവരുടെ അന്തസ്രോതസ്സനുസരിച്ച്, വിത്തൗട്ട് ഇംപെഡിമെൻറ്റ്, ഒരു തടസ്സങ്ങളും കൂടാതെ, വിത്തൗട്ട് പ്രജുഡിസ്. ഇംപെഡിമെൻറ്റ് എന്ന് പറയുന്നത് തടസ്സം, പ്രജുഡിസ് എന്ന് പറയുന്നത് മുൻവിധി. സോ ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വെയർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദെയർ പൊട്ടൻഷ്യൽ വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് ഓർ പ്രജുഡിസ്. അപ്പോൾ ഇങ്ങനെ ഒരു സമയം ഉണ്ടാകണം. അങ്ങനെ ഒരു സമയം ഉണ്ടാകേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ലോകത്ത് എല്ലാ സ്ത്രീകളും അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, അവരുടെ പൊട്ടൻഷ്യലിനെ മീറ്റ് ചെയ്യാൻ, അവരുടെ പൊട്ടൻഷ്യലിനെ പുറത്തു കൊണ്ടുവരാൻ, അവരുടെ അന്തസ്രോതസ്സിനെ പുറത്തു കൊണ്ടുവരാൻ, ഒരു തടസ്സങ്ങളും കൂടാതെ, ഒരു മുൻവിധികളും കൂടാതെ, ദ വേൾഡ് വിൽ റീപ്പ് ദി ബെനിഫിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ലോകത്തിന് അതിൻ്റെ ബെനിഫിറ്റുകളെ കൊയ്തെടുക്കാൻ കഴിയൂ. ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്. ലോകത്തിന് നേട്ടങ്ങളെ കൊയ്തെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അർത്ഥം. വേൾഡ് വിൽ റീപ്പ് ദി ബെനിഫിറ്റ്സ്. ലോകം നേട്ടങ്ങൾ കൊയ്തെടുക്കും. വേൾഡ് വിൽ റീപ്പ് ദി ബെനിഫിറ്റ്സ്. ദ 3 L's വിൽ ഹെൽപ്പ് us ഗെറ്റ് ദെയർ. അപ്പോൾ ഈ 3 എല്ലുകൾ നമ്മളെ സഹായിക്കും അവിടെ എത്താൻ. ഇഫ് യു ഡെയർ ദി ഡിഫറൻസ് വിൽ ഡെലിവർ. നമ്മൾ ഈ ഒരു മാറ്റം എടുക്കാൻ തയ്യാറാണെങ്കിൽ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. അവിടെ മാറ്റം സ്വയം പ്രത്യക്ഷപ്പെട്ടിരിക്കും. സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള ആ മാറ്റം അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കും എന്ന് സ്പീക്കർ പറയുന്നു. എന്നിവിടെ ക്രിസ്ത്യൻ ലഗാഡെ പറയുന്നു, ഇഫ് യു ഡെയർ ദി ഡിഫറൻസ് വിൽ ഡെലിവർ. നമ്മൾ ഈ ഡിഫറൻസിനെ എടുക്കാൻ തയ്യാറാണെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി ദി ഡിഫറൻസ് വിൽ ഡെലിവർ. ആ മാറ്റം അവിടെ സംഭവിച്ചിരിക്കും, ഡെലിവേർഡ് ചെയ്തിരിക്കും എന്ന് പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി ഗ്ലോസറി ഒന്ന് നോക്കുക. കിൻഡ്രഡ് സ്പിരിറ്റ്, പീപ്പിൾ ഹൂ തിങ്ക് അലൈക്ക്. കൺസേർട്ടഡ് മീൻസ് ഡൺ ഇൻ കോമ്പിനേഷൻ. ഷാക്കിൾ മീൻസ് ബോണ്ടേജ്. എക്സ്ക്ലൂഷൻ മീൻസ് നോട്ട് അലോയിങ് someone to take part in any activity. Adage, a wise saying. Facilitate means to enable. Credit means loan or funds. Innate, inborn. Consensus means agreement. Inclusion means act of making a person part of a group, that is inclusion. Sustainability means ability to continue over a period of time. Comfort zone means a situation or place where one feels safe or comfortable. Impediment means barriers. Thank you for watching the lesson. You can share this video with your friends, and don't forget to press the like button and subscription. Thank you for watching till the end.